ഞാൻ അവളിൽ ഗർഭം ധരിച്ച് ഞാൻ അവളിൽ പുത്രനായി ജനിച്ചപ്പോൾ ഇനി കുട്ടികളായ ഒരച്ഛനും അയാളുടെ ഭാര്യയെ, ആ കുട്ടിയുടെ അമ്മയെ എടിയെന്ന് വിളിക്കില്ല. ഇവിടെ വാന്ന് പറയില്ല കുട്ടികളെക്കൊക്കെ. കാരണം കുട്ടികളും അനുകരിച്ച് ചിലപ്പം വിളിക്കും. അമ്മ എന്ന പദമേ വിളിക്കുകയുള്ളൂ. അങ്ങനെ ഈ നാവിൽ നിന്ന് വരൂ. കാരണം ശാസ്ത്രം അതുപോലെ ഇഴുകിച്ചേർന്ന് കിടക്കുകയാണ്. ഈ സംസ്കൃതിയാണ് പ്രാചീന സംസ്കൃതി. അതിൽ ഗാർഹസ്ഥ്യവും കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്കെത്തുമ്പോൾ വനസംഭക്തവും വനനീയം സംഭജനീയം പാണിനി ആ ലോകങ്ങളിലെത്തിക്കഴിഞ്ഞാൽ യോഗബലം കൊണ്ട് തൻ്റെ ഈ ശരീരത്തെ താനറിഞ്ഞ് ഇനി വേണ്ട എന്ന് തീരുമാനിച്ച് അഷ്ടചക്രങ്ങളിലൂടെയും ജീവൻ കടന്നു പോകുന്ന രംഗങ്ങൾ നോക്കി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു പോകാൻ പാകത്തിന് ആ സാധനയെ ഉജ്ജീവിപ്പിക്കുവാനാണ് പിന്നെ ഗുരു വേണ്ടത്. അപ്പോൾ ഈ വിഷയത്തെ അധികരിച്ച് ഒരു ക്രമലോകത്തെ ഒരു ദിഗ്ദർശനമെന്ന നിലയിലെങ്കിലും പൂർവികർ ജീവിച്ച തലങ്ങളിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചു തരാം. ഇതാ അവിടെ അങ്ങനെ ഒരു ലോകമുണ്ട്, മതിലിന് പൊക്കത്തിൽ നിന്ന് കണ്ടോന്നെങ്കിലും. ചാടാൻ മിടുക്കന്മാർ ചാടിക്കുള്ളൂ. ഈ പറഞ്ഞ സന്യാസ തലങ്ങളിലേക്ക് പ്രവേശിക്കും. അവിടം വരെ അച്ഛൻ തന്നെയാണ് ഗുരു, അമ്മ തന്നെയാണ് ഗുരു, അല്ല വേറെ ഗുരുക്കന്മാരൊന്നുമില്ല. പിന്നെ അച്ഛൻ അങ്ങനെ നേരത്തെ വാനപ്രസ്ഥവും സന്യാസവും സ്വീകരിച്ച ആളാണെങ്കിൽ അച്ഛൻ തന്നെ മതി അവിടെയും ഗുരു. പിന്നെ ഇത് നേരത്തെ ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് ഈ മതിൽ ചാടണം. മുമ്പ് ചാടിയവരുണ്ട്, കാലൊടിഞ്ഞവരുമുണ്ട്, ഒടിയാത്തവരുമുണ്ട്, അപ്പുറത്തേക്ക് വീഴാതെ കമ്പിവേലിയിൽ തട്ടി ഇങ്ങോട്ട് പോകുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായി അപ്പുറത്ത് ചാടണം എന്ന് ചാടാൻ കരുത്തുണ്ട്, ചാടും ഞാൻ എന്നുറപ്പുണ്ടെങ്കിൽ അതിനൊരു ഗുരുപരമ്പരയിൽ പെടണം. കാരണം ഒഴുക്ക് വളരെ കൂടുതലാണ്. അതിനാ കുറ്റിയയിൽ നല്ലൊരു കയറുണ്ടാവും. ദേവപ്രയാഗയിലും നന്ദപ്രയാഗയിലുമൊക്കെ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അറിയാം, അടിയൊഴുക്ക് വളരെ കൂടുതലാണ്, നല്ല തണുപ്പുമാണ്. ഇപ്പം ഇറങ്ങിയാലെങ്കിൽ കയറുകയില്ല, എല്ലാം കോച്ചി പോവും, മരവിച്ചു പോവും, കയ്യും കാലോട്ട് അടിക്കാനൊന്നും. അപ്പോൾ പിന്നെ ഒറ്റ വഴിയുള്ളൂ. അവിടുത്തെ കുറ്റിയിൽ ഒരു ചങ്ങലയുണ്ട്. നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച എന്ന് പറയുന്നൊരു ചങ്ങലയുണ്ട്. ആ ചങ്ങലയുടെ അറ്റത്ത് പിടിച്ചാൽ പോകാതിരിക്കുക. ഇങ്ങനൊരു ജീവിതക്രമം ഭാരതത്തിനുണ്ടായിരുന്നു. ഭാരതീയർ ഏതും ഒരാഹാരം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെ അതൊരു യാന്ത്രികമായ പ്രഗ്മാറ്റിസത്തിലേക്ക് കൊണ്ടുപോകാതെ അതിൻ്റെ പിന്നിലൊരു തത്വചിന്തയുണ്ടെന്നും അതിനെ ആധാരമായാണ് അന്ധകരണത്തിൽ നിന്നുണ്ടാകുന്നതെന്നും വിചാരിക്കുകയും വിശ്വസിക്കുകയും അത് രൂപപ്പെടുത്തുകയും ചെയ്തിരുന്നു. ജീവിതത്തെ ചിട്ടയായി കൊണ്ടുപോകുന്ന പ്രാചീനതയുടെ സംസ്കാരങ്ങളിൽ ഒന്നിൽ നിർത്തി അതെങ്ങനെ എന്ന് കാണുന്ന ഇതൊരു ജീവിത ദർശനമാണ്, ഇതൊരു മതമല്ല. അത് ചെയ്യുന്നത് നോക്കിയാണ് ആ മതത്തിലാണോ നിങ്ങളും ഞാനുമെന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ എന്തിനെ പ്രമാണമാക്കുന്നു, എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിത് ചെയ്യുന്നു, എങ്ങനെയാണ് നിങ്ങളിത് ചെയ്തത്? ഇങ്ങനെയുള്ള ഓരോ ചോദ്യത്തിനും തനിക്ക് ഉത്തമമായൊരു ഉത്തരം നിർവിശേഷമായ തൻ്റെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുമ്പോഴാണ് ഒരുവൻ ആനന്ദത്തിലാകുന്നത്. നീ എന്തുകൊണ്ട് ചെയ്തു, എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് മറ്റൊരാളോട് ചോദിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ഞാൻ ചെയ്തു എന്നതിൻ്റെ ഉത്തരം എനിക്ക് പഥ്യമായി ലഭിക്കുമ്പോൾ, ലോകം ചെയ്യുന്നത് കണ്ടില്ലേ, കണ്ടു, എന്താ നീ അതുപോലെ ചെയ്യാത്തത്? ഞാൻ അവരുടെ കൂട്ടത്തിൽ പെടുന്നവനല്ല. ഇതാണ് എൻ്റെ വഴി, ഇതാണ് എൻ്റെ വെളിച്ചം, ഇതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ദുഃഖിക്കും. ഇത് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ആനന്ദിക്കുന്നത്. ആനന്ദം എൻ്റെ സ്വരൂപമാണ്. അതിനുള്ള ശേഷിയും ശേമുഷിയും ഉണ്ടാകുമ്പോഴേ ഹിന്ദു ജീവിതമുണ്ടാവും, സനാതന ജീവിതമുണ്ടാവും. ആ ഒരു ജീവിതക്രമം ഒരു തമാശ പോലെ വെറുതെ ഒന്ന് പഠിക്കാൻ, എന്നിട്ട് രസമാണെങ്കിൽ ഒന്ന് അനുവർത്തിക്കാൻ, രസമല്ലെങ്കിൽ വിട്ടുകളയാൻ. പലപ്പോഴും ക്ലിഷ്ടമാകുന്നത് അതുകൊണ്ടാണ്. തജ്ജ സംസ്കാരോ അന്യസംസ്കാര പ്രതിബന്ധി. ഇതാണ് യോഗശാസ്ത്രത്തിൽ വഴി. തജ്ജന്യമായ സംസ്കാരം കൊണ്ട്, തത്സംസ്കാരം കൊണ്ട്, ബ്രഹ്മസംസ്കാരം കൊണ്ട് ഇതര വാസനകളെയും സംസ്കാരങ്ങളെയും കളയുക എന്നാണ് പതഞ്ജലി ഭംഗിയായി പറഞ്ഞു തരുന്നത്. അതിനുള്ള എളുപ്പവഴി അദ്ദേഹം പറയുന്നതും തജ്ജപ തദർത്ഥഭാവനം ഈശ്വര പ്രണിധാനാത് വ തസ്യ വാചക പ്രണവ എന്നിട്ടാണ് തജ്ജപ തദർത്ഥഭാവനം എന്ന് പറയുന്നതും. വളരെ എളുപ്പമാണെന്ന് തോന്നാമെങ്കിലും നിരന്തരമായ വിഷയവാസനകൾ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായി കളിക്കുമ്പോൾ ഈ പ്രക്രിയകളൊന്നും നിത്യനിരന്തരമായി തുടരുവാൻ ജീവൻ എളുപ്പമല്ല. ഇത് പലപ്പോഴും
സത്യമാണെന്ന് ഒറ്റയ്ക്ക് നമുക്കറിയുമെങ്കിലും വ്യക്തിയുടെ സാമൂഹിക തലം ഇത് അംഗീകരിക്കുവാൻ പോന്നതല്ല എന്നൊരു വഞ്ചനയും ഇതിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടെയാണ് ആധുനികമായ ആധ്യാത്മികത പലപ്പോഴും പരാജയപ്പെടുന്നത്. ഉപദേശിക്കുന്ന ഗുരുക്കന്മാരും ഉപദേശത്തെ കേൾക്കുന്ന ശിഷ്യന്മാരും പരസ്പരം സത്യം അറിയുമെങ്കിൽ പോലും അതിനെ ഭാഷ കൊണ്ട് അങ്ങനെ അല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ ആധ്യാത്മിക നഭോമണ്ഡലത്തിൽ നിന്ന് വളരെ കൂടുതലാണ്. ക്ലാസ് കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും ഈ രംഗത്ത് തന്നെ ആയതുകൊണ്ട് എത്ര കാലം നിത്യനിരന്തരമായി ജപിക്കാൻ കഴിയുമെന്ന്, എത്ര കാലം നിത്യനിരന്തരമായി ഉപാസിക്കാൻ കഴിയുമെന്ന്, എത്ര കാലം നിങ്ങൾ പഠിച്ച ആധ്യാത്മികമായ ഏത് ടെക്നിക്ക് തുടരാൻ കഴിയുമെന്ന് പറയണ്ട. ഒന്ന് ചിന്തിച്ചു നോക്കൂ.